ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ്. അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ആയിരുന്നു. ഒന്നാമത്തെ യൂണിറ്റ് നമ്മളെ സ്ത്രീ സംബന്ധമായ അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതായിരുന്നു, ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. രണ്ടാമത്തെ യൂണിറ്റ് ഹൈറ്റ്സ് ഓഫ് ഹാർമണി. അതിനകത്ത് ഒരുപാട് വാല്യൂസ്. ഒന്നാമത്തെ പാഠമായ മെൻഡിങ് വാളിനകത്ത് പരാമർശിക്കുന്ന എന്താണ്? യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന തീമാണ്. രണ്ടാമത്തെ പാഠം നമ്മൾ പഠിച്ചു അമിഗോ ബ്രദേഴ്സ്. ഇറ്റ് ഗീവ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. സൗഹൃദത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ദി അവർ ഓഫ് ട്രൂത്ത്. ദി അവർ ഓഫ് ട്രൂത്ത് ബൈ പെഴ്സിവൽ വൈൽഡ്. പെഴ്സിവൽ വൈൽഡിന്റെ മനോഹരമായ ഒരു നാടകമാണ് ദി അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. അതിലെ പ്രധാനമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അതിൽ എന്താണ്, ഇതിൽ കൂടുതലും ഞാൻ പറഞ്ഞു ഓരോ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഓരോ യൂണിറ്റും. മീൻസ് ഈ ഒരു പാഠം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവിടെ പ്രാധാന്യം കൊടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഓണസ്റ്റിയാണ്. അപ്പൊ സത്യസന്ധതയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഊന്നൽ നൽകുന്ന ഒരു ലെസൺ ആണ് ദി അവർ ഓഫ് ട്രൂത്ത്. ഓക്കെ, നമുക്ക് പാഠം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് ഹൈറ്റ്സ് ഓഫ് ഹാർമണി. അതിലെ ഫസ്റ്റ് ലെസൺ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, മെൻഡിങ് വാൾ. മെൻഡിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മനോഹരമായൊരു കവിതയാണ് മെൻഡിങ് വാൾ. രണ്ടാമത്തെ പാഠം നമ്മൾ പഠിച്ചു അമിഗോ ബ്രദേഴ്സ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി വിച്ച് വാസ് റിട്ടൺ ബൈ പിയറി തോമസ്. അപ്പം രണ്ടാമത്തെ യൂണിറ്റ് ഞാൻ പറഞ്ഞു ഒരുപാട് ക്വാളിറ്റീസ് ഉൾക്കൊള്ളിച്ചതാണ്. അതിനകത്ത് ഫസ്റ്റ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറയുന്നൊരു തീമാണ് അതിലെ ഫസ്റ്റ് പോയത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ലെസണിനകത്ത് ഫ്രണ്ട്ഷിപ്പ്, ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. മൂന്നാമത്തെ ലെസൺ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു ദി അവർ ഓഫ് ട്രൂത്ത്. അതിനകത്ത് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഓണസ്റ്റി, സത്യസന്ധതയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിലെ ഉൾക്കൊള്ളിച്ച ഫേമസ് കൊട്ടേഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. ലിറ്റിൽ ഡീഡ്സ് ഓഫ് കൈൻഡ്നസ്, ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ് മേക്ക് അവർ എർത്ത് ആൻ ഏതൻ ലൈക്ക് ദ ഹെവൻ എബോവ്. അല്ലേ, ലിറ്റിൽ ഡീഡ്സ് ഓഫ് കൈൻഡ്നസ്, അപ്പം നന്മ നിറഞ്ഞ, ദയ നിറഞ്ഞ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ. ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ്, സ്നേഹം നിറഞ്ഞ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ. മേക്ക് ഓവർ എർത്ത് ആൻ ഏതൻ, നമ്മുടെ ഭൂമിയെ ഒരു ഏതൻ തോട്ടം, അല്ലേ, ഏതൻ, ദാറ്റ് മീൻസ് ലൈക്ക് ദ ഹെവൻ അബോവ്, മുകളിലുള്ള സ്വർഗ്ഗതുല്യമായി മാറ്റുന്നു. അപ്പം അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉൾക്കൊള്ളിച്ചൊരു യൂണിറ്റാണ് രണ്ട്. അതിൽ നമ്മൾ പഠിച്ച പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മനോഹരമായൊരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പ്ലേ ആണത്, ദി അവർ ഓഫ് ട്രൂത്ത് ബൈ പെഴ്സിവൽ വൈൽഡ്. പെഴ്സിവൽ വൈൽഡിൻ്റെ മനോഹരമായ ഒരു കൃതിയാണ് ദി അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന നാടകം. ഓക്കെ, നമുക്ക് ഇനി പാഠഭാഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് അതിലെ പ്ലേ റൈറ്റിനെ കുറിച്ച് നോക്കാം, നാടകത്തിനെ കുറിച്ച് നോക്കാം. പെഴ്സിവൽ വൈൽഡ്. ഹി വാസ് ബോൺ ഇൻ 1887. 1887 അദ്ദേഹം ജനിച്ചത്. വാസ് നോൺ ഫോർ ഹീസ് പ്ലേസ് ആൻഡ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളും അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്, കുറ്റാന്വേഷണ കഥകളും ഒക്കെ വളരെ പ്രശസ്തമാണ്. ഹി ഓൾസോ റിവ്യൂഡ് ബുക്സ് ഫോർ ന്യൂസ് പേപ്പേഴ്സ്. സം ഓഫ് ഹീസ് ഫേമസ് വർക്ക്സ് ആർ ബ്രദേഴ്സ്, ലിറ്റിൽ ഷോട്ട്, ഫസ്റ്റ് ഈസ് ലാസ്റ്റ്, ദി അവർ ഓഫ് ട്രൂത്ത്. ഇതൊക്കെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി ദി അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന കഥ എടുത്തിരിക്കുന്നത് ഈസ് ഫ്രം ദ വോളിയം എൻറ്റൈറ്റിൽഡ് എ ക്വസ്റ്റ്യൻ ഓഫ് മൊറാലിറ്റി ആൻഡ് അതർ പ്ലേസ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തൊരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാൻ കൊടുത്തേക്കുന്ന ദി അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. ദിസ് പ്ലേ ഈസ് എ സ്ട്രൈക്കിംഗ് സൈക്കോളജിക്കൽ സ്റ്റഡി ഓൺ ദ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ. അതായത് ഇത് നമ്മൾ അഴിമതി, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അഴിമതിയുണ്ട്, അത് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്, അല്ലേ. അപ്പോൾ അതിൻ്റെ കുറിച്ചുള്ളൊരു മനഃശാസ്ത്രപരമായ ഒരു പഠനമാണ് ഈ ഒരു നാടകത്തിലൂടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, പെഴ്സിവൽ വൈൽഡ് ഹി പാസ്ഡ് അവേ ഇൻ ദ ഇയർ 1953. 1953 അദ്ദേഹം അന്തരിച്ചു. ഇനി നമുക്ക് നാടകത്തിലേക്ക് പോകാം. ഹിയർ ഇസ് എ പ്ലേ ഇൻ വിച്ച് ദ പ്രൊട്ടഗണിസ്റ്റ് who is really true to his self and conscience struggles to keep to his truthful ways of life. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഓണസ്റ്റ്, സത്യസന്ധനായ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഈ നാടകത്തിലും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവസാനം വരെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത എന്ന് പറയുന്നൊരു ക്വാളിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം.
ദി അവർ ഓഫ് ട്രൂത്ത്. അപ്പം ഇറ്റ്സ് ക്യാരക്ടേഴ്സ്, ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് പറഞ്ഞാൽ റോബർട്ട് ബാൾവിൻ, ഹീ ഈസ് ദ ഹീറോ, അദ്ദേഹമാണ് ഇതിലെ ഹീറോ, നായക കഥാപാത്രം. മാർത്ത, ഹീസ് വൈഫ്, മാർത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ജോൺ ഹിസ് സൺ, ജോൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ്. ഇവി ഹിസ് ഡോട്ടർ, അദ്ദേഹത്തിൻ്റെ ഡോട്ടറാണ് എന്താ ഇവി എന്ന് പറയുന്നത്. മിസ്റ്റർ മാർഷൽ എന്ന് പറയുന്നത് മറ്റൊരു കഥാപാത്രമാണ്, മറ്റൊരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. എ മെയ്ഡ്, ഒരു ജോലിക്കാരി. അതിനകത്ത് പ്രധാനപ്പെട്ടൊരു കഥാപാത്രമുണ്ട്, ജോൺ ഗ്രഷാം. അത് ആ മകൻ്റെയും വില്ലൻ്റെയും ഒരേ പേരായതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത് പ്രത്യേകിച്ച് എടുത്തെഴുതാത്തത്. ഓക്കെ, പ്രത്യേകിച്ച് അതിനകത്ത് അദ്ദേഹത്തിന് സംഭാഷണമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉൾക്കൊള്ളിക്കാത്തത്. ഓക്കെ, ദ സീൻ, രംഗം അറ്റ് ബാൾവിൻ്റെ വീട്, കോട്ടേജ്. അപ്പോൾ നാടകമാണ്. നാടകത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് മനസ്സിലായി. ആരൊക്കെയാണ്? റോബർട്ട് ബാൾവിൻ, മാർത്ത ഹിസ് വൈഫ്, ജോൺ ഹിസ് സൺ, ഇവി ഹിസ് ഡോട്ടർ, മിസ്റ്റർ മാർഷൽ, എ മെയ്ഡ്. ദീസ് ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ പ്ലേ ദി അവർ ഓഫ് ട്രൂത്ത്. ദി അവർ ഓഫ് ട്രൂത്ത് എന്നുള്ള നാടകത്തിലെ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നോക്കിയത്. ഇനി നമ്മൾ നാടകത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ക്വാളിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു നാടകമാണ് എന്ന് പറയുന്നത് ദി അവർ ഓഫ് ട്രൂത്ത്. It is rather hot and sultry Sunday afternoon, and the sun overhead and the baked clay underfoot are merciless. In the distance, lowering clouds give promise of coming relief, and at the parlor window of a trim little cottage, the Baldwin family is anxiously awaiting the return of its head. John, the son, an average young man of 27, is smoking a pipe as philosophically as if this day were in no whit more momentous than any other. But his mother, trying to compose herself with her knitting, has made little progress in the last half hour, and Evie, his sister, takes no pains to conceal her nervousness. There is a tense pause, it seems, as if none of them likes to break the silence. For the 10th time in 10 minutes, Evie goes to the window and looks out along the sultry road. It is a rather hot and sultry Sunday afternoon. അതായത് ഒരു ചൂട് നിറഞ്ഞ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ നേരം. ആൻഡ് ദ സൺ ഓവർഹെഡ് ആൻഡ് ദ ബേക്ക്ഡ് ക്ലേ അണ്ടർഫുഡ് ആർ മെഴ്സിലെസ്. ഭയങ്കരമായ ചൂട്. ഇൻ ദ ഡിസ്റ്റൻസ് ലോവറിങ് ക്ലൗഡ്സ് ഗീവ് പ്രോമിസ് ഓഫ് കമ്മിങ് റിലീഫ്. വിദൂരതയിൽ ആ കാർമേഘമുണ്ട്, മഴ പെയ്യുമെന്ന് ഉള്ള വിശ്വാസം. ആൻഡ് അറ്റ് ദ പാർലർ വിൻഡോ ഓഫ് എ ട്രിം ലിറ്റിൽ കോട്ടേജ്. ഒരു ചെറിയ കോട്ടേജാണ്. അവിടെ സ്വീകരണ മുറിയിൽ ദ ബാൾവിൻ ഫാമിലി ഈസ് ആൻഷ്യസ്ലി അവൈറ്റിംഗ് ദ റിട്ടേൺ ഓഫ് ഇറ്റ്സ് സെറ്റ്. ബാൾവിൻ്റെ കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് ഭാര്യ, 2 മക്കൾ അല്ലേ, കാത്തിരിക്കുകയാണ്. ആരുടെ വരവും കാത്ത്? നമ്മുടെ റോബർട്ട് ബാൾവിൻ്റെ വരവ്. അദ്ദേഹം എവിടെ പോയേക്കാണ്? അദ്ദേഹത്തിൻ്റെ വരവും കാത്തിരിക്കുകയാണ് എൻ്റയർ ഫാമിലി. ജോൺ ദ സൺ, ആൻ ആവറേജ് യങ് മാൻ ഓഫ് 27. ജോണിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനാണ്, ഒരു 27 വയസ്സ് പ്രായം വരും. ഈ സ്മോക്കിംഗ് എ പൈപ്പ് ആസ് ഫിലോസഫിക്കലി ആസ് ഇഫ് ദിസ് ഡേ വെയർ ഇൻ നോ വിറ്റ് മോർ മൊമെൻറ്റസ് ദാൻ എനി അതർ. എന്തോ ടെൻഷൻ നിറഞ്ഞൊരവസ്ഥ, ഒരു പൈപ്പും വലിച്ച് ഇരിക്കുകയാണ്. But this mother, trying to compose herself with her knitting, has made little progress in the last half hour. അപ്പോൾ അമ്മ എന്തോ ഇങ്ങനെ കൈത്തുന്നൽ തുന്നുന്നുണ്ട്, അതായത് മാർത്ത എന്തോ കൈത്തുന്നൽ തുന്നുന്നുണ്ട്, പക്ഷേ അരമണിക്കൂർ വരെ അതിനകത്ത് പ്രോഗ്രസ് ഒന്നുമില്ല. ആൻഡ് Evie, his sister, takes no pains to conceal nervousness. അപ്പം ആ ഒരു ടെൻഷൻ നിറഞ്ഞ അന്തരീക്ഷം എല്ലാവരുടെ മുഖത്തും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിലും ഒരു ടെൻഷൻ നിറഞ്ഞ അവസ്ഥയാണ് ഉള്ളത്. There is a tense pause. It seems as if none of them likes to break the silence. പക്ഷെ അവരിൽ ആരും ആ ഒരു നിശബ്ദതയെ ഭേദിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. For the 10th time in 10 minutes, ഒരു 10 നിമിഷത്തിൽ 10 തവണയെങ്കിലും Evie goes to the window and looks out along the sultry road. Evie പോയിട്ട് ആ ചൂട് നിറഞ്ഞ അല്ലെങ്കിൽ ആ റോഡിലേക്ക് ഒന്ന് നോക്കും. മാർത്ത, ഇനി ഡയലോഗ്സിൽ നമുക്ക് പ്രസൻറ്റേഷൻ നോക്കാം. മാർത്ത, ഇറ്റ്സ് ടൈം ഹി വാസ് ഹോം. Evie, yes mother. Martha, I do hope he hasn't forgotten his umbrella. He has such a habit of leaving it behind him.
ഇവി യെസ് മദർ. മാർത്ത ഇറ്റ് മൈറ്റ് റെയിൻ, ഡോണ്ട് യു തിങ്ക് സോ ഇവി? Without waiting for an answer, she goes to the window and looks out anxiously. The sky is so dark. She starts. There was a flash of lightning. Martha, it's time he was home. അദ്ദേഹം വീട്ടിൽ വരേണ്ട സമയമായി. ഇവി യെസ് മദർ. അതെ അമ്മേ. മാർത്ത ഐ ഡു ഹോപ്പ് ഹി ഹാസ് ഇൻ ഫർഗട്ടൻ ഹിസ് അംബ്രല്ല. അദ്ദേഹം കുട മറക്കായിരുന്നാൽ മതിയായിരുന്നു. ഹി ഹാസ് സച്ച് എ ഹാബിറ്റ് ഓഫ് ലിവിങ് ഇറ്റ് ബിഹൈൻഡ് ഹിം. കൊണ്ടുപോണ കുട എവിടെയെങ്കിലും വെച്ച് മറക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. ഇവി യെസ് മദർ. അതെ അമ്മേ. മാർത്ത ഇറ്റ് മൈറ്റ് റെയിൻ, മഴ പെയ്യൂലേ? ഡോണ്ട് യു തിങ്ക് സോ ഇവി നീ ചിന്തിക്കുന്നില്ലേ? വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ എൻ ആൻസർ ഷീ ഗോസ് ദ വിൻഡോ ആൻഡ് ലുക്സ് ഔട്ട് ആൻഷ്യസ്ലി. അവൾ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാതെ, ഒന്നും ഉത്തരം കൊടുക്കാതെ അവൾ എന്ത് ചെയ്യുന്നു? നേരെ ജനലടുത്തേക്ക് പോകുന്നു, പുറത്തേക്ക് നോക്കുന്നു, വളരെ ഉൾക്കൊണ്ടാണ് നോക്കുന്നത്. ദ സ്കൈ ഈസ് സോ ഡാർക്ക്, ആകാശം നല്ല ഇരുണ്ടിട്ടാണ്. ഷീ സ്റ്റാർട്ട്സ്. ദെയർ വാസ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്, അവിടെ ചെറിയ മിന്നലും ഉണ്ടായിരുന്നു. ജോൺ റൈസസ് സ്ലോലി, മൂവ്സ് ടു എ സെൻട്രൽ ടേബിൾ ആൻഡ് നോക്സ് ദ ആഷസ് ഔട്ട് ഓഫ് ഹിസ് പൈപ്പ്. ഹിസ് മദർ ടേൺസ് ടു ഹിം. ജോൺ, റൺ ഇൻ ടു യുവർ ഫാദേഴ്സ് റൂം ആൻഡ് സീ ദാറ്റ് ദ വിൻഡോസ് ആർ ക്ലോസ്ഡ്. ദാറ്റ്സ് എ ഗുഡ് ബോയ്. ജോൺ റൈസസ് സ്ലോലി, ജോൺ മെല്ലെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. മൂവ്സ് ടു എ സെൻട്രൽ ടേബിളിലേക്ക് പോകുന്നു. ആൻഡ് നോക്സ് ദി ആഷസ് ഔട്ട് ഓഫ് ഹിസ് പൈപ്പ്. അദ്ദേഹം വലിച്ചുകൊണ്ടിരിക്കുന്ന ആ പൈപ്പ് അദ്ദേഹം അതിലെ ആഷസ് തട്ടി അവിടെ ഇടുന്നു, ആ ഒരു ട്രേയിലേക്ക് ഇടുന്നു. ഹിസ് മദർ ടേൺസ് ടു, അമ്മ മാർത്ത അവനോട് പറയുകയാണ്, ജോൺ, റൺ ഇൻ ടു യുവർ ഫാദേഴ്സ് റൂം ആൻഡ് സീ ദാറ്റ് ദ വിൻഡോസ് ആർ ക്ലോസ്ഡ്. മോനെ, അച്ഛൻ്റെ റൂമിലേക്ക് പോയിട്ട് ആ ജനലൊക്കെ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കിയത്. ദാറ്റ്സ് എ ഗുഡ് ബോയ്. ജോൺ റൈറ്റോ, ശരി. ഹീ ഗോസ്, അദ്ദേഹം പോകുന്നു. ഇവി ആഫ്റ്റർ എ പോസ്. ജോൺ റൈറ്റോ, ഹീ ഗോസ്. ഇവി മദർ, ദർ ഈസ് നോ ആൻസർ. മദർ, ഇപ്പം ഇവി കുറച്ച് നേരം ഉണ്ടായിരുന്നിട്ട് അമ്മയെന്ന് വിളിക്കണം. അമ്മേ. ദർ ഈസ് നോ ആൻസർ, വീണ്ടും ഉത്തരവൊന്നുമില്ല. വീണ്ടും മദർ. മിസ്സിസ് ബാൾവിൻ ടേൺ സ്ലോലി, അമ്മ മെല്ലെ തിരിയാണ്. വാട്ട് ഡസ് മിസ്റ്റർ ഗ്രഷാം വാണ്ട് വിത്ത് ഹിം? എന്തിനായിരിക്കും മിസ്റ്റർ ഗ്രഷാം അച്ഛനെ വിളിപ്പിച്ചത്? ഹാസ് ഹി ഡൺ എനിത്തിങ് റോങ്? അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്താണോ? മാർത്ത പ്രൗഡ്ലി, മാർത്ത വളരെ അഭിമാനത്തോടെ പറയുകയാണ്, യുവർ ഫാദർ, നിൻ്റെ അച്ഛനോ? നോ ഇവി, ഇല്ല, ഒരിക്കലും ഇല്ല. ഇവി ദെൻ വൈ ഡിഡ് മിസ്റ്റർ ഗ്രഷാം സെൻഡ് ഫോർ ഹിം? പിന്നെ എന്തിനായിരിക്കും മിസ്റ്റർ ഗ്രഷാം വിളിപ്പിച്ചത് അദ്ദേഹത്തെ? മാർത്ത, ഹി വാണ്ടഡ് ടു ടോക്ക് ടു ഹിം. അദ്ദേഹത്തിന് നിൻ്റെ അച്ഛനോട് സംസാരിക്കണമായിരിക്കും. വി വാട്ട് അബൌട്ട്, എന്തിനെക്കുറിച്ച്? മിസ്റ്റർ ഗ്രഷാം ഹാസ് ബീൻ അറസ്റ്റ്, ഗ്രഷാമിനെ അറസ്റ്റ് ചെയ്തില്ലേ? ദേ ആർ ഗോയിങ് ടു ട്രൈ ഹിം ടുമോറോ, നാളെ തൊട്ട് അദ്ദേഹത്തിൻ്റെ വിചാരണ ആരംഭിക്കുകയല്ലേ? വാട്ട് ക്യാൻ ഹി വാണ്ട് വിത്ത് ഫാദർ? ഇപ്പോൾ എന്തിനാ അച്ഛൻ അദ്ദേഹം വിളിപ്പിച്ചത്? മാർത്ത, യുവർ ഫാദർ വിൽ ഹാവ് ടു ഗീവ് എവിഡൻസ്, നിൻ്റെ അച്ഛൻ വേണം അതിന് ആ മൊഴി കൊടുക്കേണ്ടത്. ഇവി ബട്ട് ഹി ഈസ് ഗോയിങ് ടു ഗീവ് എവിഡൻസ് അഗെയിൻസ്റ്റ് മിസ്റ്റർ ഗ്രഷാം. പക്ഷേ അച്ഛൻ മിസ്റ്റർ ഗ്രഷാമിനെതിരായിട്ടല്ലേ മൊഴി കൊടുക്കുന്നത്? വൈ ഷുഡ് മിസ്റ്റർ ഗ്രഷാം വാണ്ട് ടു സീ ഹിം? പിന്നെ എന്തിനാ അച്ഛനെ കാണണമെന്ന് മിസ്റ്റർ ഗ്രഷാം പറഞ്ഞത്? മാർത്ത, ഐ ഡോണ്ട് നോ ഇവി. യു നോ, യുവർ ഫാദർ ഡസൻറ്റ് സേ മച്ച് അബൌട്ട് ഹിസ് ബിസിനസ് അഫെയർസ്. ഷീ പോസസ്. I didn't know there was anything wrong with the bank until I saw it in the papers. Your father wouldn't tell me to draw my money out. He thought it wasn't loyal to Mr. Gresham. He nods. I did it of my own accord, against his wishes, when I suspected. Martha, I don't know, എനിക്കറിയില്ല വി. You know, your father doesn't say much about his business affairs. നിനക്കറിയാമല്ലേ, നിൻ്റെ അച്ഛൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും സ്വന്തം കൂട്ടുകാരൻ്റെ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അദ്ദേഹം ഒന്നും തുറന്ന് പറയാറില്ല. ഷീ പോസസ്. വീണ്ടും അവർ നിർത്തുന്നു. ഐ ഡിഡിൻറ്റ് നോ ദെയർ വാസ് എനിത്തിങ് റോങ് വിത്ത് ദ ബാങ്ക് അൻറ്റിൽ ഐ സോ ഇറ്റ് ഇൻ ദ പേപ്പേഴ്സ്. ബാങ്കിൽ ഇതുപോലെ മോശപ്പെട്ട എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. അത് പത്രത്തിൽ വരുന്നവരെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. യുവർ ഫാദർ വുഡിൻറ്റ് ടെൽ മീ ടു ഡ്രോ മൈ മണി ഔട്ട്. അവിടെ കിടക്കുന്ന എൻ്റെ പൈസ പിൻവലിക്കാൻ പോലും നിൻ്റെ അച്ഛൻ പറഞ്ഞില്ല. ഹീ തോട്ട് ഇറ്റ് വാസ് ഇൻ ലോയൽ ടു മിസ്റ്റർ ഗ്രഷാം. അദ്ദേഹം കരുതി അത് ശരിയല്ല എന്നാണ് കരുതിയത്. ഇവി നോട്ട്സൊക്കെ കേട്ട് ഇവി തലവിൽക്കുന്നു. ഐ ഡിഡ് ഇറ്റ് ഓഫ് മൈ ഓൺ അക്കോർഡ്. ഞാൻ പിന്നെ അത് പിൻവലിച്ചു, അത് എൻ്റെ സ്വന്തം തീരുമാനപ്രകാരമാണ്. അഗെയിൻസ്റ്റ് ഹിസ് വിഷസ്. അത് പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു. വെൻ ഐ സസ്പെക്ട്, എനിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ ചെയ്തു. ഇവി ആഫ്റ്റർ എ പോസ്, വീണ്ടും കുറച്ച് നേരത്തെ ഒരു ഫുൾ സ്റ്റോപ്പ് മീൻസ് ഒന്നും ഉണ്ടായിരുന്നതിന് ശേഷം, ഡു യു തിങ്ക് ദാറ്റ് ഫാദർ ഹാഡ് എനിത്തിങ് ടു ഡു വിത്ത് ഇറ്റ്? അമ്മ ചിന്തിക്കുന്നുണ്ടോ
അല്ലെ അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ട് ഷീ ഡസൻറ്റ് ലൈക്ക് ടു സേ ഇറ്റ്, അത് പൂർണ്ണമായും പറയാൻ അവർക്ക് ഇഷ്ടമല്ല മാർത്ത. ദ റെക്കിംഗ് ഓഫ് ദ ബാങ്ക്, ബാങ്കിൻ്റെ തകർച്ചയുമായിട്ടാണോ? യു നോ ഹിം ബെറ്റർ ദാൻ ദാറ്റ് ഇവി, നിനക്ക് നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം അറിഞ്ഞൂടെ, അദ്ദേഹം ഒരു ഹരിചന്ദ്രനാണ്. ഇവി ബട്ട് ഡിഡ് ഹീ നോ വാട്ട് വാസ് ഗോയിങ് ഓൺ, പക്ഷെ അമ്മ അറിഞ്ഞു എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. യു നോ വാട്ട് ദ പേപ്പേഴ്സ് ആർ സെയിങ്, പത്രക്കാരെന്താ പറയുന്നതെന്ന് അറിയാവോ? മാർത്ത ദേ ഹാവൻറ്റ് ബീൻ ഫെയർ ടു ഹിം. ഇവി പത്രക്കാരൊരിക്കലും അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയില്ല. ഇവി പെർഹാപ്സ് നോട്ട്, ഇല്ലായിരിക്കാം, ബട്ട് ദേ സെഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ ഫൂൾ നോട്ട് ടു നോ. അപ്പം പത്രക്കാർ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെങ്കിൽ ഇത്രയും ബാങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായി ഇരുന്നിട്ട് ബാങ്ക് പൊട്ടുന്നതോ ബാങ്കിലെ തിരിമറിയെക്കുറിച്ച് അറിഞ്ഞുകൂടെങ്കിൽ അച്ഛൻ മണ്ടനായിരിക്കണമെന്നാണ്. ദേ സെഡ് ദാറ്റ് ഓൺലി ഹീ കുഡ് ഹാവ് നോൺ, അവരെല്ലാം പറയുന്നത് അച്ഛന് മാത്രം അറിയാവുള്ളതെന്നാണ്. ഹി ആൻഡ് മിസ്റ്റർ ഗ്രേഷാം, അച്ഛനും അതിൻ്റെ ഉടമയായ അച്ഛൻ്റെ കൂട്ടുകാരനായ മിസ്റ്റർ ഗ്രേഷാമിനും. വൈ ഡിഡ്ന്റ് ഹീ സ്റ്റോപ്പ് ഇറ്റ്, ഇതൊക്കെ അറിഞ്ഞിട്ട് അച്ഛൻ എന്ത് നിർത്തിയില്ല, അദ്ദേഹത്തിന് പറഞ്ഞ് മാറ്റിക്കൂടായിരുന്നോ? വാർത്ത ഹീ വാസ് ആക്ടിങ് അണ്ടർ മിസ്റ്റർ ഗ്രേഷാംസ് ഓർഡേഴ്സ്, നിൻ്റെ അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും, നിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾക്ക് അനുസരിക്കുന്ന ഒരു ജോലിക്കാരൻ മാത്രമല്ലേ. ഹി കണ്ടംപ്ച്വസ്ലി, പുച്ഛത്തോടെ. മിസ്റ്റർ ഗ്രേഷാംസ് ഓർഡേഴ്സ്, മിസ്റ്റർ ഗ്രേഷാമിൻ്റെ ഓർഡേഴ്സ്, ഡിഡ് ഹി ഹാവ് ടു ഫോളോ ദം, അച്ഛൻ ഇതൊക്കെ അനുസരിക്കണമായിരുന്നോ, പിന്തുടരണമായിരുന്നോ? മാർത്ത ആഫ്റ്റർ എ പോസ്, മാർത്ത കുറച്ച് ഉണ്ടായിരുന്നതിന് ശേഷം ഇവി ഐ ഡോണ്ട് ബിലീവ് യുവർ ഫാദർ എവർ ഡിഡ് എ റോങ് തിങ് ഇൻ ഹീസ് ലൈഫ്, ഇവി ഒരിക്കൽ പോലും നിൻ്റെ അച്ഛൻ ജീവിതത്തിൽ തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നോട്ട് ഇഫ് ഹി ന്യൂ ഇറ്റ് വാസ് റോങ്, പ്രത്യേകിച്ച് അത് തെറ്റാണെന്ന് അറിയാമെങ്കിൽ. ഹി ഫൗണ്ട് ഔട്ട് ബൈ ആക്സിഡൻറ്റ് ഫൗണ്ട് ഔട്ട് വാട്ട് മിസ്റ്റർ ഗ്രേഷാം വാസ് ഡൂയിങ്, അദ്ദേഹം ഇത് കണ്ടെത്തിയത് ആകസ്മികമായിട്ടാണ്. എന്താണ് അദ്ദേഹം ചെയ്യുന്നത് തെറ്റെന്നുള്ളത് ആകസ്മികമായിട്ടല്ല, അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. ഇവി ഹൗ ഡു യു നോ ദാറ്റ്, അമ്മയ്ക്കതെങ്ങനെ അറിയാം? മാർത്ത ഐ ഡോണ്ട് നോ ഇറ്റ്, എനിക്കും അറിയത്തില്ല. ഐ സസ്പെക്റ്റ്, ഞാനിതൊക്കെ സംശയിക്കുന്നതാണ്. സംതിങ് ഹി സെറ്റ് ഈഗർലി, യു സീ വി ഹി കാൺ ഹാവ് ഡൺ എനിത്തിങ് റോങ്, ദേ ഹാവൻറ്റ് ഇൻഡിക്റ്റഡ് ഹിം, നിനക്കറിയാലോ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം, അദ്ദേഹം തെറ്റാണെന്ന് തോന്നുന്നു ഒന്നും ചെയ്യത്തില്ല. ജോൺ ഷോർട്ട്ലി, പെട്ടെന്ന് ജയിലടയ്ക്കാൻ പോയി ജോൺ തിരിച്ചിറങ്ങി എന്നിട്ട് ഐ മെറ്റ് ദ അസിസ്റ്റൻറ്റ് ക്യാഷ്യർ യെസ്റ്റർഡേ, ബാങ്കിലെ അസിസ്റ്റൻറ്റ് ക്യാഷ്യറെ ഞാൻ ഇന്നലെ കണ്ടു. ഇവി ഡോണോവാൻ, ഡോണോവാനാണോ? ജോൺ യെസ് ഡോണോവാൻ. ഐ സോ ഹിം അപ്പ് അറ്റ് ദ അത്ലറ്റിക് ക്ലബ്. He said that nobody had any idea that there was anything wrong until the crash came. Donovan had been there 8 years. He thought he was taken care of for the rest of his life. He had got married on the strength of it. And then one morning there was a sign up on this door. It was like a bolt out of a clear sky. അപ്പം ഇവ ചോദിക്കാം ഡോണോവാനാണോ ക്യാഷ്യർ? ജോൺ യെസ് ഡോണോവാൻ തന്നെ. ഐ സോ ഹിം അറ്റ് ദ അത്ലറ്റിക് ക്ലബ്, ഞാൻ അദ്ദേഹത്തെ അത്ലറ്റിക് ക്ലബ്ബിൽ കണ്ടായിരുന്നു. ഹീ സെഡ് ദാറ്റ് നോബഡി ഹാഡ് എനി ഐഡിയ ദാറ്റ് ദെർ വാസ് എനിത്തിങ് റോങ് അൺടിൽ ദ ക്രാഷ് കെയിം. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇവിടെ ആർക്കും അറിയില്ലായിരുന്നു ഈ ബാങ്ക് പൊട്ടുന്നവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന്. ഡോണോവാൻ ഹാഡ് ബീൻ ദെയർ 8 years. ഡോണോവാൻ അവിടെ 8 വർഷക്കാലമായി ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീ തോട്ട് ഹി വാസ് ടേക്കൺ കെയർ ഓഫ് ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്, അദ്ദേഹം കരുതി അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ജീവിതം അവിടെ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ഹി ഹാഡ് ഗോട്ട് മാരീഡ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ഇറ്റ്, ആ ജോലി കണ്ടുകൊണ്ട് കല്യാണം കഴിച്ചു. ആൻഡ് ദെൻ വൺ മോർണിംഗ് ദെർ വാസ് എ സൈൻ അപ്പ് ഓൺ ദ ഡോർ. ഒരു ദിവസം തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതാ ബാങ്ക് പൂട്ടി കിടക്കുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ, അല്ലേ, പെട്ടെന്ന് ഒരു പണി കിട്ടിയതുപോലെ. ഇവി ആൻഡ് ഫാദർ, അപ്പോൾ അച്ഛനോ? ജോൺ ഹീ സെഡ് ദ ഗവർണർ മസ്റ്റ് ഹാവ് നോൺ. ഡോണോവാനും പറഞ്ഞ ഒരേ ഒരു ഡയലോഗ് ഇതാണ്, ആർക്കറിയാം, ഇതൊക്കെ ബാങ്കിലെ ഗവർണറായിട്ടുള്ള ജോണല്ല, ആരാണ്, ബാൾവിൻ അറിയാം, റോബർട്ട് ബാൾവിൻ അറിയാം. ഹീ വിൽ സ്വിയർ നോബഡി എൽസ് ഡിഡ്, അദ്ദേഹം ഉറപ്പ് നൽകി, വേറെ ആർക്കും അറിയില്ലായിരുന്നു. യു സീ ഫാദർ വാസ് ക്ലോസർ ടു ഗ്രഷാം ദാൻ എനിവൺ എൽസ്, നിനക്കറിയാമോ അല്ലേ, ആരാണ് റോബർട്ട് ബാൾവിൻ എന്ന് പറയുന്നത് ജോൺ ഗ്രഷാമിൻ്റെ അടുത്ത കൂട്ടുകാരനാണ്. ദാറ്റ് പുട്സ് ഹിം ഇൻ എ നൈസ് പൊസിഷൻ ഡസൻറ്റ് ഇറ്റ്, അതുകൊണ്ടല്ലേ അദ്ദേഹത്തിനെ ബാങ്കിലെ ഗവർണറായിട്ടൊക്കെ പ്രൊമോട്ട് ചെയ്തത്. മാർത്ത വാട്ട് ഡു യു മീൻ ജോൺ? ജോൺ എന്താ അർത്ഥമാക്കുന്നത്? ജോൺ ദ ഗവർണർ ഈസ് ദ ഓൺലി വിറ്റ്നസ് അഗെയിൻസ്റ്റ് ജോൺ ഗ്രഷാം. ഗവർണർ അതായത് റോബർട്ട് ബാൾവിൻ, അച്ഛൻ മാത്രമാണ് ജോൺ ഗ്രഷാമിനുള്ള ഒരേ ഒരു ദൃക്സാക്ഷി. ആൻഡ് മീൻ നൈംഡ് ആഫ്റ്റർ ഹിം, ആ വൃത്തികെട്ട കൂട്ടുകാരൻ്റെ പേരാണ് എനിക്കിട്ടേക്കുന്നത്, ജോൺ ഗ്രഷാം ബാൾവിൻ. അറ്റ് യുവർ സർവീസ്.
മാർത്ത യുവർ ഫാദർ വിൽ ഡു ഹിസ് ഡ്യൂട്ടി. മാർത്ത പറയണം നിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യും ജോൺ. നോ മാറ്റർ വാട്ട് കംസ് ഓഫ് ഇറ്റ്. എന്തെങ്കിലും സംഭവിച്ചാലും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി തന്നെ ചെയ്യും. ജോൺ ഐ നോ ഇറ്റ് ആൻഡ് ഐ ആം നോട്ട് ഷുവർ ബട്ട് വാട്ട് ഇഫ് ഇറ്റ് ഈസ് റൈറ്റ്. They look at him inquiringly. There is John Grisham, grown rich in 20 years, and the governor pegging along as his secretary at $60 a week. Oh, എനിക്കറിയാം, I am not sure about. But what if it's right? There is John Grisham. ജോൺ ഗ്രിഷാമിനെ കണ്ടല്ലോ അല്ലേ? അദ്ദേഹം ബാങ്ക് തുടങ്ങി കോടീശ്വരനാണ്. ഗ്രോ ടു റിച്ച് ഇൻ 20 years. 20 വർഷം കൊണ്ട് കോടീശ്വരനായി. ആൻഡ് ദ ഗവർണർ പെഗിങ് അലോങ് ദി ആസ് ഈ സെക്രട്ടറി അറ്റ് $60 എ വീക്ക്. ഗവർണർ ആരും പറയണ്ട, ആഴ്ചയിൽ ഒരു $60 മേടിച്ചു പിടിച്ചിരിക്കുകയാണ്. മാർത്ത യുവർ ഫാദർ നെവർ കംപ്ലൈൻറ്റ്. മാർത്ത പറയണം നിൻ്റെ അച്ഛൻ അതിന് പരാതി പറഞ്ഞിട്ടില്ലല്ലോ. ജോൺ നോ, ഇല്ല. ദാറ്റ്സ് ജസ്റ്റ് ദ പിറ്റി ഓഫ് ഇറ്റ്. അതാണ് ദയനീയം. ഹി ഡിഡൻറ്റ് കംപ്ലൈൻ. അദ്ദേഹം പരാതി പറഞ്ഞിട്ടില്ല. വെൽ ഹി വിൽ ഹാവ് ദ ചാൻസസ് ടുമോറോ. എന്തായാലും അദ്ദേഹത്തിന് നാളെ അവസരം കിട്ടുമല്ലോ. ഹി വിൽ ഗോ ഓൺ ദ സ്റ്റാൻഡ്. ഇതേ കണക്കങ്ങ് ജയിലിൽ മീൻസ് കോടതിയിൽ പോവുക. ആൻഡ് വെൻ ഹീ ഈസ് ത്രൂ ദേ വിൽ പുട്ട് ജോൺ ഗ്രിഷാം വെയർ ഹി വോണ്ട് ബി ഏബിൾ ടു ഹർട്ട് എനിബഡി ഫോർ എ വൈൽ. ഇത് അച്ഛൻ ഇതുപോലെ ഒന്ന് മൊഴി പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ, സാക്ഷി പറഞ്ഞാൽ മതി. എന്ത് ചെയ്തും അദ്ദേഹത്തെ അതുപോലെ അങ്ങ് ജയിലിൽ കൊണ്ടുപോയിക്കോളും. വാസൻ സാറ്റിസ്ഫൈഡ് വിത്ത് അണ്ടർ പേയിങ് ഹിസ് എംപ്ലോയീസ്. ഇതുപോലെ ആൾക്കാരുടെ പൈസ കൊള്ളയടിച്ചതിന്, അദ്ദേഹത്തിൻ്റെ ജോലിക്കാർക്ക് തുച്ഛമായ ശമ്പളം കൊടുത്തതിന്. ഹാഡ് ടു റോബ് ഹിസ് ഡെപ്പോസിറ്റേഴ്സ്. അദ്ദേഹത്തെ വിശ്വസിച്ച് ബാങ്കിൽ പണം നിക്ഷേപിച്ചവരെ കൊള്ളയടിച്ചതിന്. സേഴ്സ് ഹിം ജോളി വെൽ റൈറ്റ്. നാളെ അദ്ദേഹത്തെ എന്തായാലും കിട്ടും. മാർത്ത റാദർ ടിംലി ഐ ഡോണ്ട് തിങ്ക് യുവർ ഫാദർ വുഡ് ലൈക്ക് യു ടു ടോക്ക് ദാറ്റ് വേ ജോൺ. ബാങ്കിനകത്ത് തിരുമറി നടത്തിയാലും തൻ്റെ കൂട്ടുകാരനെ കുറിച്ച് പറയുന്നത് എൻ്റെ അച്ഛന് ഇഷ്ടപ്പെടത്തില്ലേ, ഉണ്ടായി ജോൺ. ജോൺ ഷക്സ് ഹിസ് ഷോൾഡേഴ്സ് സ്പീക്സ് കണ്ടംപ്ച്വസ്ലി. ജോൺ തോട് ഉരുക്കിയിട്ട് പുച്ഛത്തറ പറയണം. മാർത്ത യുവർ ഫാദർ ഹാസ് നത്തിങ് എഗെയിൻസ്റ്റ് മിസ്റ്റർ ഗ്രഷാം. ഹി വിൽ ടെൽ ദ ട്രൂത്ത്, നത്തിങ് ബട്ട് ദ ട്രൂത്ത്. മാർത്ത പറയണം എന്താണ് ഡാ, നിൻ്റെ അച്ഛൻ, നിങ്ങളുടെ അച്ഛൻ എന്ത് മാത്രമേ പറയൂ, സത്യം മാത്രമേ പറയൂ. നാളെ മിസ്റ്റർ ഗ്രഷാമിനെതിരായിട്ടൊന്നും പറയൂല, സത്യം പറ. അദ്ദേഹത്തിന് കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള സത്യം മാത്രം പറയും. ജോൺ ഡിഡ് യു തിങ്ക് ഐ എക്സ്പെക്റ്റഡ് ഹിം ടു ലൈ. ഓ, അമ്മ കരുതിയോ ഞാൻ അച്ഛൻ നാളെ കള്ളം പറയുമെന്ന്, അല്ലെ കള്ളം പറയണമെന്നാണോ പറഞ്ഞത്? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. നോ ഫാദർ, ഹീ വിൽ ടെൽ ദ ട്രൂത്ത്. അച്ഛൻ സത്യം മാത്രം പറഞ്ഞാൽ മതി. ജസ്റ്റ് ദ ട്രൂത്ത്, സത്യം മാത്രം. ഇറ്റ് വിൽ ബി പ്ലെൻറ്റി. അത് തന്നെ ധാരാളമാണ്. ഇവി അറ്റ് ദ വിൻഡോ. ഇവി ജനലടുത്തേക്ക് നോക്കിയിട്ട് പറയണം ദർ ഇസ് ഫാദർ നൗ. അച്ഛൻ എന്താ വരുന്ന? ദർ ഈസ് ദ ക്ലിക്ക് ഓഫ് ദ ലാച്ച് കീ ഔട്ട്സൈഡ്. ഇവി മേക്സ് ഫോർ ദ ഡോർ. അപ്പം ശബ്ദം കേൾക്കുന്നു. അപ്പം ഇവി ആ ഡോറിടേക്ക് തുറന്നു കൊടുക്കുന്നു. മാർത്ത ഇവി യു സ്റ്റേ ഹിയർ, ലെറ്റ് മീ ടോക്ക് ടു ഹിം ഫസ്റ്റ്. ഇവിയുടെ നില്ലേ, ഞാൻ സംസാരിക്കുക അദ്ദേഹത്തിനോട്. മാർത്ത ഹറീസ് ഔട്ട്. മാർത്ത പെട്ടെന്ന് അവരിലേക്ക് പോകുന്നു. ജോൺ ആൻഡ് എവി ലുക്ക് അറ്റ് ഈച്ച് അതർ. ജോണിയും എവിയും പരസ്പരം നോക്കുന്നു. ജോൺ വണ്ടർ വാട്ട് ഗ്രഷാം ഹാഡ് ടു സേ ടു ഹിം. ജോൺ പറയണം അത്ഭുതം എന്നല്ലേ, എന്താണ് ജോൺ ഗ്രഷാം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവുക. ഇവി ഷക്സ് ഹർ ഷോൾഡേഴ്സ്. ഇവി തോള് വിൽക്കുന്നു. ഹീ ടേൺസ് അവേ ടു ദ വിൻഡോ. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിൻ. എന്താ പെട്ടെന്ന് ജനലടുത്തേക്ക് നോക്കിയിട്ട് മഴ പെയ്യുന്നു. ഇവി യെസ്. ദർ ഈസ് എ പോസ്. സഡൻലി ജോൺ ക്രോസസ് ടു ദ ഡോർ ആൻഡ് ഫ്ലിങ്സ് ടു ഓപ്പൺ. ജോൺ ഹലോ ഡാഡ്. പെട്ടെന്ന് ജോൺ അച്ഛനെ കണ്ടപ്പോൾ ഹലോ ഡാഡ്. ബാൾവിൻ കമ്മിങ് ഇൻ. ബാൾവിൻ അകത്തേക്ക് വരുന്നു. ഫോളോഡ് ബൈ മാർത്ത. മാർത്തയോടൊപ്പം ഹൗ ആർ യു മൈ ബോയ്. സുഖമാണോ മോനെ. ഹി ഷേക്സ് ഹാൻഡ് വിത്ത് ജോൺ. അപ്പോൾ എന്താണ് ജോണിന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഹി കിസ്സസ് ഹർ. മകൾക്ക് ഉമ്മ കൊടുക്കുന്നു. മാർത്ത യു ആർ ഷുവർ യുവർ ഷൂസ് ആർ ഇൻ വെറ്റ് റോബർട്ട്. റോബർട്ട് നിങ്ങളുടെ ഷൂസ് ഒന്നും നനഞ്ഞിട്ടില്ലല്ലോ അല്ലേ. ബാൾവിൻ ഷേക്കിങ് ഹിസ് ഹെഡ്. തല വിൽക്കുന്നു. ഐ ടുക്ക് ദ കാർ. ഞാൻ കാറിലല്ലേ വന്നത്. നോട്ട് എ ഡ്രോപ്പ് ഓൺ മീ. ഒരു തുള്ളി പോലും വീണില്ല. സി നോക്കി. ഹി പാസസ് ഹിസ് ഹാൻഡ്സ് ഓവർ ഹിസ് സ്ലീവ്സ്. അപ്പം കൈയൊക്കെ കാണിക്കുകയാണ്. ഹി ഗോസ് ടു എ ചെയർ സിറ്റ്സ്. ഒരു ചെയറിനടുത്ത് പോകുന്നു, ഇരിക്കുന്നു. ദർ ഈസ് എൻ ഓക്കേർഡ് പാസ്. ഒരു നിശബ്ദത. ജോൺ വെൽ ഡാഡ് ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് എബൌട്ട് ടൈം യു ടോൾഡ് us സംതിങ്. അച്ഛൻ ചിന്തിക്കുന്നുണ്ടോ എന്തെങ്കിലും നമ്മളോട് പറയേണ്ട സമയമായി, അല്ലെങ്കിൽ പറഞ്ഞിരുന്നെങ്കിലും എന്ന് ചിന്തിക്കുന്നുണ്ടോ. ബാൾവിൻ ടോൾഡ് യു സംതിങ്. പറഞ്ഞിരുന്നെങ്കിലും. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ജോൺ. മനസ്സിലാവുന്നില്ല. ജോൺ പീപ്പിൾ ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് യു സെയിം തിങ്സ്. ആൾക്കാർ അതും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അച്ഛാ, പല കാര്യങ്ങൾ.
ബാൾവിൻ വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് ജോൺ? എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ? ജോൺ യു ക്യാൻ ഇമാജിൻ റോട്ടൺ തിങ്സ്. അച്ഛന് ഊഹിക്കാം എല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ. ആൻഡ് ഐ കുഡിൻ കോൺട്രാഡിക്ട് ദം. എനിക്കാണെങ്കിൽ അവരോടൊന്നും തർക്കിക്കാനും പറ്റുന്നില്ല. ബാൾവിൻ വൈ നോട്ട് ജോൺ? എന്തുകൊണ്ടില്ല ജോൺ? ജോൺ ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ. കാരണം എനിക്കറിയില്ല ആൾക്കാരെന്താ പറയുന്നത് എൻ്റെ ശരിയെ തെറ്റെന്ന്. ബാൾവിൻ ഡിഡ് യു ഹാവ് ടു നോ? വാസൻറ്റ് ഇനഫ് ദാറ്റ് യു ന്യൂ യുവർ ഫാദർ? ജോൺ ആഫ്റ്റർ എ പോസ് ഐ ബെഗ് യുവർ പാരൻസ് സർ. മനസ്സിലായില്ല. ബാൾവിൻ ഇറ്റ് വാസ് ഓൺലി എ ഡേ ബിഫോർ ദ സ്മാഷ് അപ്പ് ദാറ്റ് ഐ ഫൗണ്ട് ഔട്ട് വാട്ട് ഗ്രിഷാം വാസ് ഡൂയിങ്. ആ ബാങ്ക് പൊട്ടുന്നതിൻ്റെ തലേ ദിവസമാണ് എനിക്ക് മനസ്സിലായത് എന്ത് ഗ്രിഷാം ചെയ്യുന്ന കാര്യങ്ങൾ. ഹി പോസസ് ദേ ആർ ലിസണിങ് ഇൻറ്റൻറ്റ്ലി. അപ്പം അദ്ദേഹം നിർത്തിയിട്ട് പറയാണ് ഐ ടോൾഡ് ഹിം ഹീ വുഡ് ഹാവ് ടു മേക്ക് ഗുഡ്. ഞാൻ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് നല്ലത് ചെയ്യണം. ഹീ സെഡ് ഹീ കുഡിൻറ്റ്. ഇതൊന്നും ചെയ്യരുതെന്നുള്ളപ്പോൾ അദ്ദേഹം പറഞ്ഞു അവന് കഴിയില്ലായിരുന്നു ഒന്നും. ഇഫ് ഹി ആസ് ഹി ഡസ് നോട്ട് കണ്ടിന്യൂ. ഇത്രയും പറഞ്ഞിട്ട് നിശബ്ദമായിരുന്നപ്പോഴത്തേക്ക് ആൻഡ് വാട്ട് ഹാപ്പൻ ഇവ ചോദിക്കുകയാണ് എന്ത് സംഭവിച്ചു എന്നിട്ട്. ബാൾവിൻ ഐ ടോൾഡ് ഹിം ഹീ വുഡ് ഹാവ് ടു ഡു ദ ബെസ്റ്റ് ഹീ കുഡ് ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വുഡ് ബി ടു ക്ലോസ് ദ ബാങ്ക്. ഞാൻ പറഞ്ഞായിരുന്നു അവനോട് ഇനി ഒരു കാര്യം ചെയ്യും, ബാങ്ക് ക്ലോസ് ചെയ്യും. ഹീ ഡിഡ്ന്റ് വാണ്ട് ടു ഡു ദാറ്റ്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. മാർത്ത ബട്ട് ഹീ ഡിഡ് ഇറ്റ്. പക്ഷേ അത് ചെയ്തല്ലോ. ബാൾവിൻ ഐ മെയ്ഡ് ഹിം ഡു ഇറ്റ്. ഞാൻ അവനെ കൊണ്ട് ചെയ്യിച്ചു. ഹി വാസ് ആംഗ്രി. അവന് ദേഷ്യമായിരുന്നു. വെരി ആംഗ്രി. ഭയങ്കര ദേഷ്യമായിരുന്നു. ബട്ട് ഐ ഹാഡ് ദ വിപ്പ് ഹാൻഡ്. പക്ഷെ എൻ്റെ വിപ്പ് മീൻസ് ഷാർട്ട് എന്നാണ്. എൻ്റെ എനിക്കതിനെതിരെയുള്ള തെളിവുകളുണ്ടായിരുന്നു. ദ പേപ്പേഴ്സ് ഡിഡൻറ്റ് മെൻഷൻ ദാറ്റ്. പക്ഷേ പത്രക്കാരങ്ങനെയല്ലല്ലോ പറയുന്നത്. ബാൾവിൻ ഐ ഡിഡൻറ്റ് തിങ്ക് ഇറ്റ് വാസ് നെസസറി ടു ടെൽ ദം. ഞാനത് കാര്യമാക്കിയില്ല. പത്രക്കാരോട് എന്ത് പറയാനാണ്. മാർത്ത ബട്ട് യു ലെറ്റ് യുവർ നൈം റെസ്റ്റ് അണ്ടർ എ കൺട്രോൾ ക്ലൗഡ് മീനു അല്ലേ. പക്ഷെ അച്ഛനൊന്നും പറയാത്തതുകൊണ്ട് അച്ഛൻ്റെ പേരും സംശയത്തിൻ്റെ നിഴലിലാണ്. ഒരു മേഘം മൂടിക്കിടക്കുകയാണ്. ദാറ്റ് മീൻസ് എന്താണ്, അച്ഛൻ്റെ പേരിലും കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ബാൾവിൻ ഇറ്റ് വിൽ ബി ക്ലിയർ ടുമോറോ വോണ്ട് ഇറ്റ്. ഇതൊക്കെ നാളെ എല്ലാം ക്ലിയർ ആകും. ഹി പോസസ്. അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യുന്നു. ടുഡേ ഗ്രിഷാം സെൻഡ് ഫോർ മീ. ദ ട്രയൽ ബിഗിൻസ് ഇൻ 24 hours. ഇന്ന് ഗ്രിഷാം എന്നെ വിളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കേസ് 24 മണിക്കൂറിനകം ആരംഭിക്കും. ഐ ആം ദ ഓൺലി വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിം. അവനെതിരായിട്ടുള്ള ഒരേ ഒരു തെളിവ് ഞാനല്ലേ. ഹി ആസ്ക്ഡ് യു ക്യാൻ ഗെസ് വാട്ട്. അവൻ എന്നെ വിളിപ്പിച്ചു. നിങ്ങൾക്ക് ഊഹിക്കുക എന്തിനാണ് വിളിപ്പിച്ചതെന്ന്. ജോയിൻ ഇൻഡിഗ്നൻ്റ്ലി. ഹി വാണ്ടഡ് യു ടു ലൈ ടു സേവ് യു സ്കിൻ. വാണ്ടഡ് യു ടു പെർജർ യുവർ സെൽഫ്. വേറെന്തിന് കള്ളം പറയണമെന്ന് പറയാനായിരിക്കും. അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കണ്ടേ. ബാൾവിൻ ദാറ്റ് വുഡൻ ബി നെസസറി ജോൺ. ഹീ ജസ്റ്റ് വാണ്ടഡ് മീ ടു ഹാവ് ആൻ അറ്റാക്ക് ഓഫ് പുവർ മെമ്മറി. അതിൻ്റെ കാര്യമൊന്നുമില്ല. ഞാൻ ഇത്രയും പറഞ്ഞാൽ മതി. എനിക്ക് ഓർമ്മക്കുറവുണ്ട്, അല്ലെങ്കിൽ അത്ര ഓർമ്മയില്ല. ഇഫ് ഐ ടെൽ ഓൾ ഐ നോ ജോൺ ഗ്രിഷാം വിൽ ഗോ ടു ജയിൽ. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ ഗ്രിഷാം ജയിലിൽ പോകും. നോ പവർ ഓൺ എർത്ത് ക്യാൻ സേവ് ഹിം ഫ്രം ഇറ്റ്. ഭൂമിയിലുള്ള ഒരു ശക്തിക്കും അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല. ബട്ട് ഹീ വാണ്ട്സ് മീ ടു ഫർഗെറ്റ് എ ലിറ്റിൽ. ഞാൻ കുറച്ച് കാര്യങ്ങൾ മറന്നുപോയി എന്ന് പറഞ്ഞാൽ മതി. കള്ളം പറയണ്ട. ജസ്റ്റ് ദ എസെൻഷ്യൽ തിങ്സ്. അതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വെൻ ദേ ക്വസ്റ്റ്യൻ മീ ഐ ക്യാൻ ആൻസർ. അവരെൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഉത്തരം കൊടുക്കാം. ഐ ഡോണ്ട് റിമെമ്പർ. എനിക്ക് ഓർമ്മയില്ല. ദേ കാൺ പ്രൂവ് ഐ ഡു റിമെമ്പർ. അവർക്കൊരിക്കലും തെളിയിക്കാൻ പറ്റുമോ എനിക്ക് ഓർമ്മയുണ്ടെന്ന്. ആൻഡ് ദേർ യു ആർ. ജോൺ ഇറ്റ് വുഡ് ബി എ ലൈ ഡാറ്റ്. അതൊരു കള്ളമല്ലേ. നമുക്ക് ഓർമ്മയുള്ളൊരു കാര്യം ഓർമ്മയില്ല എന്ന് പറയുന്നത് കള്ളമല്ലേ. ബാൾവിൻ സ്മൈലിംഗ്. ഓഫ് കോഴ്സ്, തീർച്ചയായും. ബട്ട് ഇറ്റ് ഈസ് ഡൺ എവറി ഡേ ആൻഡ് ദേ കുഡിൻ ടച്ച് മീ എനി മോർ ദാൻ ദേ കുഡ് കൺവിക്ട് ഹിം. അല്ലേ, എന്നെ അവർക്ക് തൊടാൻ പറ്റത്തില്ല, ഒപ്പം അയാളെ ശിക്ഷിക്കാനും പറ്റത്തില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. മാർത്ത ക്യൂറിങ് വിത്ത് ഇൻഡിഗ്നേഷൻ. ഹൗ ഡെയർഡ് ഹി ആസ് സച്ച് എ തിങ്. അപ്പോൾ ഭയങ്കര ദേഷ്യത്തോടെ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ചോദിക്കും. വാട്ട് ഡിഡ് യു സേ ഫാദർ. വിവട്ടം ചോദിക്കുകയാണ്, അച്ഛനെന്ത് മറുപടി പറഞ്ഞു. ബാൾവിൻ സ്മൈലിംഗ്, പുഞ്ചിരിക്കുന്നു. ആൻഡ് റേസിങ് ഹീസ് ഐസ് ടു ജോൺസ്. എന്നിട്ട് ജോണിനോട് ചോദിക്കുകയാണ്, വെൽ സൺ വാട്ട് വുഡ് യു ഹാവ് സെറ്റ്. നീ ആയിരുന്നെങ്കിൽ ജോണെ എന്ത് പറഞ്ഞേനെ. ജോൺ ഐ വുഡ് ഹാവ് ടോൾഡ് ഹിം ടു ഗോ ടു ദ ഡെവിൾ. ഞാൻ ഇതിനെ സമ്മതിക്കില്ലായിരുന്നു. ബാൾവിൻ നോഡിങ്. ഐ ഡിഡ്. ഞാനും അത് തന്നെ ചെയ്തു. ജോൺ ബുള്ളി ഫോർ യു ഗവർണർ. മാർത്ത ഹാഫ് ടു ഹെർസെൽഫ്. ഐ ന്യൂ. മാർത്ത പറഞ്ഞു, എനിക്കറിയാം എൻ്റെ ഭർത്താവ് സത്യസന്ധൻ, അങ്ങനെ പറയൂ. ബാൾവിൻ ഐ ഡിഡ്ന്റ് യൂസ് യുവർ വേർഡ് ജോൺ.
ജോൺ, നീ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞില്ല, അത് പറയില്ല, കാരണം അവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ഹീ ഈസ് ടു ഓൾഡ് എ ഫ്രണ്ട് ഓഫ് മൈൻ ഫോർ ദാറ്റ്. അവൻ എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. ബട്ട് ഡിഡിൻ മീൻസ് മാറ്റേഴ്സ് എനി. കാര്യങ്ങൾ എന്ത് തന്നെയായാലും സുഹൃത്ത് തന്നെയാണ്. ഹി അണ്ടർസ്റ്റുഡ് വാട്ട് ഐ മെൻറ്റ്. അവന് മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. ആൻഡ് വാട്ട് ഡിഡ് ഹി സേ ദെൻ? എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? ബാൾവിൻ, ദർ വാസ് ഇൻ മച്ച് ടു സേ. അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലായിരുന്നു. യു സി, ഹി വാസ് ഇൻ സർപ്രൈസ്. അവൻ അമ്പരപ്പം തോന്നിയിരുന്നില്ല. ഹി ഹാസ് നോൺ മീ ഫോർ 35 years. 1-2 വർഷമല്ല, നീണ്ട 35 വർഷക്കാലമായിട്ട് അവൻ എന്നെ അറിയാം. ആൻഡ് വെൽ വിത്ത് സിമ്പിൾ പ്രൈഡ്. എന്നിട്ട് അഭിമാനത്തോടെ പറയാണ്, എനിബഡി ഹൂ ഈസ് നോൺ മീ ഫോർ 30 years ഡസൻറ്റ് എക്സ്പെക്ട് മീ ടു ഹാഗിൾ. നീണ്ട 35 വർഷക്കാലമായി എന്നെ അറിയാവുന്ന ഒരാൾ പറയില്ല ഞാൻ എൻ്റെ മനസാക്ഷിയും വച്ച് കളിക്കുന്ന ഒരാളാണെന്ന്. ഇഫ് ഇറ്റ് ഹാഡ് ബീൻ എനിബഡി എൽസ് ഐ വുഡ് ഹാവ് സ്ട്രക്ക് ഹിം അക്രോസ് ദ ഫേസ്. ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ കവളടിച്ച് പൊട്ടിച്ചേനെ. ബട്ട് ജോൺ ഗ്രിഷാം ആൻഡ് ഐ വെയർ ബോയ്സ് ടുഗദർ. പക്ഷേ ജോൺ ഗ്രിഷാമും ഞാനും കുട്ടിക്കാലം മുതൽ ഒരുമിച്ചാണ്. വി വർക്ക്ഡ് സൈഡ് ബൈ സൈഡ്. നമ്മൾ ഒരുമിച്ച് അധ്വാനിച്ചു വരാം. ആൻഡ് ഐ ഹാവ് ബീൻ ഇൻ ഹിസ് എംപ്ലോയി എവർ സിൻസ് ഹി സ്റ്റാർട്ടഡ് ഇൻ ഫോർ ഹിംസെൽഫ്. അവൻ ബാങ്ക് തുടങ്ങിയത് മുതൽ ഞാൻ അവിടുത്തെ എംപ്ലോയിയാണ്. ഹീ ഈസ് ഡെസ്പറേറ്റ്. നിരാശയാണ്. ഹി ഡസൻ നോ വാട്ട് ഹീ ഈസ് ഡൂയിങ്. അവൻ അറിയില്ല അവൻ എന്താ ചെയ്തതെന്ന്. ഓർ ഹീ വുഡിൻ ഹാവ് ഓഫേർഡ് മീ മണി. അല്ലാത്ത പക്ഷം അവൻ അത്രയും വലിയ തുക, ആ ഒരു പണം എനിക്ക് ഓഫർ ചെയ്യില്ലായിരുന്നു. അവൻ അറിവില്ലായ്മയാണ്. അവന് അത്ര അറിവുണ്ടായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഈ ഒരു എമൗണ്ട് എനിക്ക് ഓഫർ ചെയ്യില്ലായിരുന്നു. അപ്പം ഇനിയാണ് അതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയും നേരം വീട്ടുകാർ അദ്ദേഹത്തെ പുകഴ്ത്തി, അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ പുകഴ്ത്തി. ഇനി എന്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ കണ്ടു അല്ലെ, ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ പ്ലേ, വൺ ആക്ട് പ്ലേ ആരാണ്? റോബർട്ട് ബാൾവിൻ. റോബർട്ട് ബാൾവിൻ ആണ് ഇതിലെ പ്രധാനമായിട്ടുള്ള ഹീറോ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒരു സത്യസന്ധനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ എൻറ്റയർ ഫാമിലി, ആ കുടുംബം മുഴുവൻ എന്ത് ചെയ്യണം, അതിൽ അഭിമാനം കൊള്ളുന്നു അദ്ദേഹം സത്യസന്ധനായ നിലയിൽ. പക്ഷേ അവര് വലിയൊരു തുക കേട്ടപ്പോൾ അല്ലെ, ഒരു കൈക്കൂലി എമൗണ്ട് കേട്ടപ്പോൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അല്ലെ, ടു ഗെറ്റ് ദ എമൗണ്ട്. ആ എമൗണ്ട് കിട്ടാനായിട്ട് അല്ലെങ്കിൽ റിസീവ് ചെയ്യാനായിട്ട് എൻറ്റയർ ഫാമിലി അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുകയാണ് അല്ലെ. അപ്പം ഒരു മാനസികമായിട്ടുള്ള ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെയാണ് റോബർട്ട് ബാൾവിൻ കടന്നു പോകുന്നത്. റിമൈനിങ് പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ.